ഹലോ എവരിവൺ, ദിശ അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ RRB, NTPC അതുപോലെ തന്നെ JEE എക്സാമിന് വേണ്ടിയിട്ട് സ്റ്റാറ്റിക് GKയുടെ കുറേയധികം ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളും കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളുമായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് 100% ഈ ക്ലാസ് എന്തായിരിക്കും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. വിച്ച് ഈസ് R.K. നാരായണൻസ് ഫസ്റ്റ് നോവൽ? R.K. നാരായണന്റെ ആദ്യത്തെ നോവൽ ഏതാണ്? R.K. നാരായണന്റെ ആദ്യത്തെ നോവൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ R.K. നാരായണന്റെ ആദ്യത്തെ നോവൽ ഏതാണെന്നാണല്ലോ ക്വസ്റ്റ്യൻ. ഓക്കെ, R.K. നാരായണന്റെ ഫസ്റ്റ് നോവൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസിലോട്ട് നോക്കുന്ന സമയത്ത് മാൽഗുഡി ഡേയ്സ്, ദ ഇംഗ്ലീഷ് ടീച്ചർ, സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ദ ഗൈഡ്, 4 ഉണ്ട് അല്ലേ? ഇതില് R.K. നാരായണന്റെ ഫസ്റ്റ് നോവൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സ്വാമി ആൻഡ് ഫ്രണ്ട്സ്. ഓക്കെ, R.K. നാരായണന്റെ ഫസ്റ്റ് നോവൽ ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സ്വാമി ആൻഡ് ഫ്രണ്ട്സ് ആണ്. R.K. നാരായണന്റെ ഫസ്റ്റ് നോവൽ ഏതാണ്? സ്വാമി ആൻഡ് ഫ്രണ്ട്സ് ആണ്. ഇനി ഇതെല്ലാം, അതായത് ബാക്കി ഓപ്ഷനിലുള്ള ബുക്കുകൾ ഉണ്ടല്ലോ, മാൽഗുഡി ഡേയ്സും ദ ഇംഗ്ലീഷ് ടീച്ചറും അതുപോലെ തന്നെ ദ ഗൈഡും, ഈ 3 ബുക്കുകളും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ആരുടേതാണെന്ന്. സോ അതും ആരുടേതാണ്? R.K. നാരായണൻ്റെതാണ്. മാൽഗുഡി ഡേയ്സ്, ദ ഇംഗ്ലീഷ് ടീച്ചർ, അതുപോലെ ദ ഗൈഡ്. ഓക്കെ, മാൽഗുഡി ഡേയ്സ്, ദ ഇംഗ്ലീഷ് ടീച്ചർ, അതുപോലെ തന്നെ ദ ഗൈഡ്. ഓക്കെ, മാൽഗുഡി ഡേയ്സ്, ദ ഇംഗ്ലീഷ് ടീച്ചർ, അതുപോലെ തന്നെ ദ ഗൈഡ്, ഇതും ആരുടേതാണ്? R.K. നാരായണന്റെ തന്നെയാണ്. ഓക്കെ, ഇത് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടേ. ഇത് കൂടാതെ ബാക്കി ഒരു 3 ബുക്കുകൾ കൂടി അറിയണം. ദ ഡാർക്ക് റൂം, കേട്ടോ, ഏതാണ്? ദ ഡാർക്ക് റൂം എന്ന് പറയുന്ന ബുക്ക്, അതുപോലെ തന്നെ ദ ബാച്ചിലർ ഓഫ് ആർട്സ് എന്ന് പറയുന്ന ബുക്ക്. ഓക്കെ, ദ ഡാർക്ക് റൂം എന്ന് പറയുന്ന ബുക്ക്, ദ ബാച്ചിലർ ഓഫ് ആർട്സ് എന്ന് പറയുന്ന ബുക്ക്, അതുപോലെ തന്നെ വെയിറ്റിംഗ് ഫോർ ദി ഓതർ ഓഫ് ദി ബുക്ക്. ഓക്കെ, ദ ഡാർക്ക് റൂം, ദ ബാച്ചിലർ ഓഫ് ആർട്സ്, അതുപോലെ തന്നെ വെയിറ്റിംഗ് ഫോർ ദി ഓതർ ഓഫ് ദി ബുക്ക്. ഓക്കെ, വെയിറ്റിംഗ് ഫോർ ദി ഓതർ ഓഫ് ദി ബുക്ക്. ഓക്കെ, ഇനിയിപ്പോ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ബുക്ക് സ്കിപ്പ് ചെയ്തിട്ട് എക്സാമിന് പഠിക്കാന്ന് വിചാരിച്ചാൽ ഇതിലെല്ലാം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. R.K. നാരായണന്റെ ബുക്കുകൾ പഠിക്കുമ്പോൾ ഈ ബുക്കുകളെല്ലാം എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇതിനകത്ത് ഒന്നുപോലും സ്കിപ്പ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് പാടില്ല. എല്ലാ ബുക്കുകളുടെയും പേര് നോട്ട് ചെയ്ത് തന്നെ പഠിച്ചോളുക. ഏതൊക്കെയാണ്? മാൽഗുഡി ഡേയ്സ് ഉണ്ട്, ദ ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ട്, സ്വാമി ആൻഡ് ഫ്രണ്ട്സ് ഉണ്ട്, ദ ഗൈഡ് ഉണ്ട്. ഓക്കെ, മാൽഗുഡി ഡേയ്സ്, ദ ഇംഗ്ലീഷ് ടീച്ചർ, സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, ദ ഗൈഡ്. അതുപോലെ തന്നെ ഓർക്കേണ്ടത് ദ ഡാർക്ക് റൂമും ദ ബാച്ചിലർ ഓഫ് ആർട്സും വെയിറ്റിംഗ് ഫോർ ദി ഓതർ ഓഫ് ദി ബുക്ക്. ഓക്കെ, ദ ഡാർക്ക് റൂം, ദ ബാച്ചിലർ ഓഫ് ആർട്സ്, വെയിറ്റിംഗ് ഫോർ ദി ഓതർ ഓഫ് ദി ബുക്ക് ആരുടേതാണ്? R.K. നാരായണൻ്റെതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ബുക്കുകൾ നോട്ട് ചെയ്ത് പഠിക്കണേ. ഒറ്റ തവണ കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത്തവണ ഞാൻ പറയുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവണം. മാൽഗുഡി ഡേയ്സ്, ദ ഇംഗ്ലീഷ് ടീച്ചർ, സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, ദ ഗൈഡ്, ദ ഡാർക്ക് റൂം, ദ ബാച്ചിലർ ഓഫ് ആർട്സ് ആൻഡ് വെയിറ്റിംഗ് ഫോർ ദി ഓതർ ഓഫ് ദി ബുക്ക് ആരുടെയാണ്? R.K. നാരായണൻ്റെതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് whom in the following was the first Indian woman to win the Booker Prize? അപ്പൊ ബുക്കർ പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വുമൺ ആരാണ്? അപ്പൊ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നൽകുന്ന അവാർഡാണ് എന്തെന്നറിയുക? ബുക്കർ പ്രൈസ് എന്നറിയുക. ഈ ബുക്കർ പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വുമൺ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ അരുന്ധതി റോയ് ആണ്. അരുന്ധതി റോയുടെ ഏത് ബുക്കിനാണ് ബുക്കർ പ്രൈസ് ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന ബുക്കിനാണ്. എന്തിനാണ്? ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന ബുക്കിനാണ്. ഓക്കെ, ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന ബുക്കിനാണ്. ഏതിനാണ്? ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന ബുക്കിനാണ് അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് ലഭിക്കുന്നത്. ഡയറക്ട്ലി എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നുള്ളത് ആരുടെ ബുക്കാണെന്ന്. ആരുടേതാണ്? അരുന്ധതി റോയുടേതാണ്. അപ്പൊ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നുള്ളത് ആരുടെയാണ്? അരുന്ധതി റോയുടേത്. അതുപോലെ തന്നെ അരുന്ധതി റോയുടെ അടുത്ത് ഓർക്കേണ്ടത് ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. ഓക്കെ, ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. ഓക്കെ, ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. ഓക്കെ, ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് അതും ആരുടേതാണ്? അരുന്ധതി റോയുടേത്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടേ. സോ ഈ രണ്ടെണ്ണം ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആൻഡ്
ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് ആരുടെ ബുക്കുകളാണ്? അരുന്ധതി റോയുടെ ബുക്കുകളാണ്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താ? ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ദ ബുക്കർ പ്രൈസ് ആരാണ്? അരുന്ധതി റോയ്. ഏത് ബുക്കിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അപ്പോൾ ഓർക്കുക, ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സും ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്സും ആരുടേതാണ്? അരുന്ധതി റോയുടേതാണ്. ക്ലിയർ ആണല്ലോ? ഞാൻ പറയുന്നതിന് കൂടെ തന്നെ ക്ലാസ് കേട്ട് എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ RRB NTPC ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും ടോപ്പിക് ഓർഡറിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ഓൺലൈൻ ക്ലാസ്സസ് ആയിട്ടായിരിക്കും, അതായത് ലൈവ് ക്ലാസ്സസ് ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അഥവാ ഒരുപക്ഷെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡ് വേർഷൻസും ഇതിന്റെ റെക്കോർഡ് വേർഷൻസും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അത് മാത്രമല്ല ലൈവ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകൾ ലൈവായിട്ട് തന്നെ ഇന്ററാക്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, ദെൻ അത് മാത്രമല്ല നമുക്ക് ഈ ഒരു ക്ലാസ്സിന്റെ, അതായത് നമ്മൾ എടുക്കുന്ന ലൈവ് ക്ലാസ്സസിന്റെ PDF മെറ്റീരിയൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. അത് മാത്രമല്ല നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് PDF ഉണ്ടായിരിക്കും. നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. ഇനി അത് മാത്രമല്ല നിങ്ങളെ പഠിത്തത്തിൽ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം താല്പര്യം, അതായത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 8075753676 എന്ന് പറയുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, 8075753676 എന്ന് പറയുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ മന്ത് 30 വരെ എൻ്റെ പേരിലുള്ള കൂപ്പൺ കോഡ് ആയിട്ടുള്ള NIT250 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ ഈ NTPC കോഴ്സസിലോട്ട് ഒരു റിഡക്ഷനും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൊങ്കൽ ഈസ് എ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഡെഡിക്കേറ്റഡ് ടു ദ ഡാഷ്. അപ്പൊ പൊങ്കൽ എന്ന് പറയുന്നത് ഹാർവസ്റ്റ് ഫെസ്റ്റിവലാ. എവിടുത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലാ? നിങ്ങൾക്ക് അറിയാം എവിടുത്തെയാണ്? തമിഴ്നാട് അല്ലേ? അപ്പൊ തമിഴ്നാടിന്റെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത്? പൊങ്കൽ എന്ന് പറയുന്നത്. ഓക്കെ, തമിഴ്നാടിന്റെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത്? പൊങ്കൽ എന്ന് പറയുന്നത്. ആൻഡ് പൊങ്കൽ ഫെസ്റ്റിവൽ ഈസ് ഡെഡിക്കേറ്റഡ് ടു സൺ ഗോഡ്. ഓക്കെ, അപ്പൊ തമിഴ്നാടിന്റെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത്? പൊങ്കൽ എന്ന് പറയുന്നത്. ആൻഡ് പൊങ്കൽ ഈസ് ഡെഡിക്കേറ്റഡ് ടു ഗോഡ് സൺ. പൊങ്കൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് ഏതാണ്? അത് ജാനുവരി മന്ത് ആണ്. ഓക്കെ, പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് ഏതാണ്? ജാനുവരി മന്ത്. ഈ പൊങ്കൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പെർഫോം ചെയ്യുന്ന ഒരു ഇവന്റിന്റെ പേര് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. എന്താണ്? ജല്ലിക്കെട്ടാണ്. ഓക്കെ, എന്താണ്? ജല്ലിക്കെട്ട്. ഓക്കെ, പൊങ്കല് തമിഴ്നാടിന്റെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. ഇത് ജാനുവരി മന്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് പൊങ്കൽ ഫെസ്റ്റിവൽ ഈസ് ഡെഡിക്കേറ്റഡ് ടു ഗോഡ് സൺ. ദെൻ ഈ ഒരു ടൈം പീരീഡിൽ പെർഫോം ചെയ്യുന്ന ഇവന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ജല്ലിക്കെട്ട് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു മുന്നത്തെ ഏതോ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പൊങ്കൽ എത്ര ഡേയ്സ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മുന്നേ എപ്പോഴും നമ്മൾ പറഞ്ഞാണല്ലേ, അത് ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുതരാം. പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ടാവണം, മുന്നേ പഠിച്ചല്ലേ? എത്ര ഡേയ്സ് ആയിട്ടാണ്? 4 ഡേയ്സ് ആയിട്ടാണ്. ഈ 4 ഡേയ്സിലും സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കലിനെ 4 ഡിഫറെന്റ് പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, 4 ദിവസവും സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കലിനെ 4 ഡിഫറെന്റ് പേരിലാണ് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഭോഗി പൊങ്കൽ, സൂര്യപ്പൊങ്കൽ, മാട്ടുപ്പൊങ്കൽ, കാനം പൊങ്കൽ. ഓക്കെ, 4 ഡേയ്സ് പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്ന എത്ര ഡേയ്സ് ആയിട്ടാണ്? 4 ഡേയ്സ് ആയിട്ടാണ്. ഈ 4 ഡേയ്സിലും സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കലിനെ 4 ഡിഫറെന്റ് പേരുകളിൽ അറിയപ്പെടുന്നു. ഭോഗി പൊങ്കൽ, സൂര്യപ്പൊങ്കൽ, മാട്ടുപ്പൊങ്കൽ, കാനം പൊങ്കൽ. എക്സാമിന് 4th ഡേയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കൽ ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. അതുപോലെ തന്നെ പിന്നീട് ഒരു തവണ 2nd ഡേയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കൽ ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ ഇനി എന്ത് ചെയ്യും? 1st ഡേയും 3rd ഡേയും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ആയിട്ട് വരികയും ചെയ്യും. അപ്പൊ പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് 4 ഡേയ്സ് ആണ്. 4 ഡേയ്സിലും സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കലിനെ 4 ഡിഫറെന്റ് പേരുകളിൽ അറിയപ്പെടുന്നു. ഭോഗിപ്പൊങ്കൽ, സൂര്യപ്പൊങ്കൽ, മാട്ടുപ്പൊങ്കൽ ആൻഡ് ഓൾസോ കാനം പൊങ്കൽ. ഓക്കെ, ഭോഗിപ്പൊങ്കൽ, സൂര്യപ്പൊങ്കൽ, മാട്ടുപ്പൊങ്കൽ, കാനം പൊങ്കൽ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിനെ ബേസ് ചെയ്ത് ഓർക്കാലോ. പൊങ്കൽ എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ, അറിയണം, പൊങ്കൽ എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. പൊങ്കൽ ഫെസ്റ്റിവൽ ഈസ് ഡെഡിക്കേറ്റഡ് ടു ഗോഡ് സൺ.
ദെൻ അതുപോലെ തന്നെ പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് ജാനുവരി മന്താണ്. ഈ ഒരു ടൈം പീരീഡിൽ പെർഫോം ചെയ്യുന്നതാണ് ജല്ലിക്കെട്ട് എന്ന് പറയുന്നത്. പൊങ്കൽ 4 days ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. 4 daysലെയും പൊങ്കലിനെയും 4 ഡിഫറെന്റ് പേരിൽ അറിയപ്പെടുന്നു. ഭോഗിപ്പൊങ്കൽ, സൂര്യപ്പൊങ്കൽ, മാട്ടുപ്പൊങ്കൽ ആൻഡ് ഓൾസോ കാനം പൊങ്കൽ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the tribal people of which Indian state celebrate Sargul festival whereas Saltrees is worshipped for health and prosperity. അപ്പൊ സാർഗുൾ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? അപ്പൊ സാർഗുൾ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? ജാർഖണ്ഡ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ റീസെന്റ് നടക്കുന്ന എക്സാം നോക്കുവാണെങ്കിൽ ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ഉണ്ട്. നല്ല രീതിയിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാറുമുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കണം. സാർഗുൾ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഓക്കെ, സാർഗുൾ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ജാർഖണ്ഡില്. അതുപോലെ തന്നെ ജാവ ഫെസ്റ്റിവൽ, ഓക്കെ, സാർഗുൾ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ജാവ ഫെസ്റ്റിവൽ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഓക്കെ, അപ്പൊ സാർഗുൾ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ജാർഖണ്ഡില്. ഓർക്കുക, ജാവ ഫെസ്റ്റിവൽ എവിടെയാണ്? ജാർഖണ്ഡില്. അത് ജെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ പറ്റും. ജാവ ഫെസ്റ്റിവൽ എവിടെയാണ്? ജാർഖണ്ഡില്. സാർഗുൾ ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ജാർഖണ്ഡില്. ഈ സാർഗുൾ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സീസണിലാണെന്ന് അറിയണം? സ്പ്രിംഗ് സീസണിലാണ്. ഓക്കെ, സാർഗുൾ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഏത് സീസണിലാണ്? സ്പ്രിംഗ് സീസണിലാണ്. ഓക്കെ, അപ്പൊ സാർഗുൾ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഏത് സീസണിലാണ്? സ്പ്രിംഗ് സീസണിൽ. ഈ സ്പ്രിംഗ് സീസണിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന കുറച്ച് ഫെസ്റ്റിവൽ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. സോ അതൊന്ന് നോട്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഇന്ത്യയിലെ ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സീസണിലാണ്? സ്പ്രിംഗ് സീസണിലാണ്. അതുപോലെ ഗുഡി പഡ്വ, ഓക്കെ, മഹാരാഷ്ട്രയിലെ സെലിബ്രേറ്റ് ചെയ്യുന്ന ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ്. അപ്പൊ ഗുഡി പഡ്വ മഹാരാഷ്ട്ര ഏത് സീസണിലാണ്? സ്പ്രിംഗ് സീസണിലാണ്. അതുപോലെ തന്നെ അലി ഐ ലിഗാങ് ഫെസ്റ്റിവൽ, ഓക്കെ, അലി ഐ ലിഗാങ് ഫെസ്റ്റിവൽ എവിടെയാണ്? ആസാമില്. അലി ഐ ലിഗാങ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണ്? സ്പ്രിംഗ് സീസണിലാണ്. സാർഗുൾ ഫെസ്റ്റിവൽ എന്താണ്? സ്പ്രിംഗ് സീസണിലാണ്. അതുപോലെ തന്നെ സ്പ്രിംഗ് സീസണിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മറ്റൊരു ഫെസ്റ്റിവൽ ആണ് ബാഗദ പരബ്. ഓക്കെ, ബാഗദ പരബ്. ഈ ബാഗദ പരബ് എന്ന് പറയുന്ന ഫെസ്റ്റിവലും എവിടെയാണത്? അത് ജാർഖണ്ഡിലാണ്. ഓക്കെ, ഇത് സ്റ്റേറ്റും ചോദിച്ചിട്ടുണ്ടേ. ഈ ഫെസ്റ്റിവൽസ് ഒക്കെ ഡയറക്ട്ലി ഏത് സ്റ്റേറ്റ് ആണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടേ. സോ ബാഗദ പരബ് ജാർഖണ്ഡ് ഏത് സീസണിലാണ്? സ്പ്രിംഗ് സീസണിലാണ്. സോ അത്ര ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. സ്പ്രിംഗ് സീസണിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ നമ്മൾ തുടങ്ങിയത് എവിടെയായിരുന്നു? സാർഗുൾ ഫെസ്റ്റിവൽ അല്ലേ? അപ്പൊ സാർഗുൾ ഫെസ്റ്റിവൽ എവിടെയാണ്? സ്പ്രിംഗ് സീസണിലാണ്. സ്പ്രിംഗ് സീസണിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മറ്റൊരു ഫെസ്റ്റിവൽ ആണ് ഹോളി ഫെസ്റ്റിവൽ. ഏത് സീസണിലാണ്? സ്പ്രിംഗ് സീസണിൽ. ഇനി ഗുഡി പഡ്വ ആണെങ്കിലോ മഹാരാഷ്ട്ര. അലി ഐ ലിഗാങ് ഫെസ്റ്റിവൽ ആസാമിലെ സ്പ്രിംഗ് സീസണിൽ. ഗുഡി പഡ്വ മഹാരാഷ്ട്രയിലെ സ്പ്രിംഗ് സീസണിൽ. ദെൻ ബാഗദ പരബ് ജാർഖണ്ഡിലും ഏത് സീസണിലാണ്? സ്പ്രിംഗ് സീസണിൽ. അപ്പൊ സ്പ്രിംഗ് സീസണിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന 5 ഫെസ്റ്റിവൽസ് സാർഗുള് ജാർഖണ്ഡ്, ബാഗദ പരബ് ജാർഖണ്ഡ്, അലി ഐ ലിഗാങ് ഫെസ്റ്റിവൽ ആണെങ്കിൽ ആസാം, ഗുഡി പഡ്വ ആണെങ്കിൽ മഹാരാഷ്ട്ര, ഹോളിയും ഏത് സീസണിൽ? സ്പ്രിംഗ് സീസണിൽ. എല്ലാ ഫാക്റ്റുകളും എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് പഠിച്ചോളുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which other name is the festival Gudi Padwa known in Karnataka, Telangana and Andhra Pradesh? അപ്പോൾ ഈ ഗുഡി പഡ്വ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ്. ഓക്കെ, മഹാരാഷ്ട്രയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് എന്ന് പറയുന്നത് ഗുഡി പഡ്വ. അപ്പൊ ഈ ഗുഡി പഡ്വയെ ബാക്കിയുള്ള സ്റ്റേറ്റ് ആയിട്ടുള്ള കർണാടകയിലും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ, ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണ്? ഓക്കെ, തൊട്ട് മുന്നേ സ്ലൈഡിൽ നമ്മൾ തമിഴ്നാടിന്റെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ പൊങ്കലാണെന്ന് പഠിച്ചു അല്ലേ? എക്സാമിന് ഡയറക്ട്ലി എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട് തമിഴ്നാടിന്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണെന്ന്. കാരണം നമ്മുടെ മൈൻഡിൽ പൊങ്കൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ആൻസർ കാണുമ്പോഴേ പൊങ്കൽ എന്തായാലും ഓപ്ഷൻ ഉണ്ടാവും. പൊങ്കൽ കൊണ്ടുപോയി മാർക്ക് ചെയ്യും. പൊങ്കലല്ല, തമിഴ്നാടിന്റെ ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവൽ ആണ് പൊങ്കൽ. തമിഴ്നാടിന്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ പുത്താണ്ടു ആണ്. ഓക്കെ, തമിഴ്നാടിന്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണ്? പുത്താണ്ടു. ഇവിടെ പറഞ്ഞു മഹാരാഷ്ട്രയുടെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് ഏത്? ഗുഡി പഡ്വ. ഓക്കെ, മഹാരാഷ്ട്രയുടെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് ഏത്? ഗുഡി പഡ്വ. ഇനി കർണാടകയിലും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും സെലിബ്രേറ്റ് ചെയ്യുന്ന ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണ്? ഉഗാദിയാണ്. ഏതാണ്? ഉഗാദി. ഈ ഉഗാദി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് മന്തിലാണെന്ന് അറിയണം. ഉഗാദി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ചൈത്ര മന്തിലാണ്. ഓക്കെ, ഉഗാദി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഏത് മന്തിലാണ്? ചൈത്ര
മന്തിലാണ്. ഈ ചൈത്ര മന്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിൽ എപ്പോഴാണെന്ന് അറിയണം, മാർച്ച് ഏപ്രിൽ ടൈം പീരീഡ് ആണ്. ഓക്കെ, ഇംഗ്ലീഷ് കലണ്ടറിൽ മാർച്ച് ഏപ്രിൽ ടൈം പീരീഡ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ എന്തൊക്കെയായിരുന്നു? ഗുഡി പഡ്വ എന്നുള്ളത് മഹാരാഷ്ട്രയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ്. പുത്താണ്ടു എന്നുള്ളത് തമിഴ്നാടിന്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ്. ദെൻ പിന്നീട് നമ്മൾ പറഞ്ഞത് ഉഗാദി ഫെസ്റ്റിവൽ തമിഴ്നാട് ആന്ധ്രാപ്രദേശിലും കർണാടകയിലും തെലങ്കാനയിലും സെലിബ്രേറ്റ് ചെയ്യുന്ന ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് ഏത്? ഉഗാദി എന്ന് പറയുന്നത്. ഉഗാദി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് ഏതാണ്? ചൈത്ര മന്ത് ആണ്. ഈ ചൈത്ര മന്തിനെ ഇംഗ്ലീഷ് കലണ്ടറിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് കലണ്ടർ എപ്പോഴാണ്? മാർച്ച് ഏപ്രിൽ ടൈം പീരീഡ് ആണ്. ഓക്കെ, അത്ര ഓർക്കാലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കുംഭമേള ഈസ് ഹെൽഡ് ഇൻ വിച്ച് ഓഫ് ദി സിറ്റീസ് ഓഫ് മധ്യപ്രദേശ്? അപ്പൊ കുംഭമേള മധ്യപ്രദേശിൽ ഏത് സിറ്റിയിലാണ് ഹെൽഡ് ചെയ്യുന്നത്? എവിടെയാണ്? ഉജ്ജയിനിലാണ് കേട്ടോ, മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ. പ്രത്യേകിച്ച് നമ്മുടെ RRB എക്സാമിനെ സംബന്ധിച്ച് ഈ കുംഭമേള എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഫാക്ടുകൾ പലപ്പോഴും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. കുംഭമേള താല്പര്യത്തിൽ ഹെൽഡ് ചെയ്യുന്ന പ്ലേസ് ചെയ്ത്, ഹെൽഡ് ചെയ്യാത്ത പ്ലേസ് ചെയ്ത്, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഈ കുംഭമേളയുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്ടുകൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കേണ്ടതുണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിയാമോ? കുംഭമേള മെയിൻലി 4 ടൈപ്പ് ഉണ്ട്. കുംഭമേള, അർദ്ധകുംഭമേള, പൂർണ്ണ കുംഭമേള, മഹാകുംഭമേള. ഓക്കെ, കുംഭമേള, അർദ്ധകുംഭമേള, പൂർണ്ണ കുംഭമേള, മഹാകുംഭമേള. കുംഭമേളയാണെങ്കിൽ വൺസ് ഇൻ 3 years, 3 വർഷത്തിൽ ഒരിക്കൽ ഹെൽഡ് ചെയ്യുന്നു. അർദ്ധകുംഭമേളയാണെങ്കിൽ വൺസ് ഇൻ 6 years. പൂർണ്ണ കുംഭമേളയാണെങ്കിൽ വൺസ് ഇൻ 12 years. മഹാകുംഭമേള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടേ, ഇതെല്ലാം എത്ര വർഷം കൂടുമ്പോഴാണെങ്കിൽ ഡയറക്ട്ലി ക്വസ്റ്റ്യൻ ആയിട്ട് വരും. കുംഭമേളയാണെങ്കിൽ വൺസ് ഇൻ 3 years, അർദ്ധകുംഭമേളയാണെങ്കിൽ വൺസ് ഇൻ 6 years, പൂർണ്ണ കുംഭമേളയാണെങ്കിൽ വൺസ് ഇൻ 12 years, ആൻഡ് മഹാകുംഭമേളയാണെങ്കിൽ വൺസ് ഇൻ 144 years. ഓക്കെ, കുംഭമേളയാണെങ്കിൽ വൺസ് ഇൻ 3 years, അർദ്ധകുംഭമേളയാണെങ്കിൽ വൺസ് ഇൻ 6 years, പൂർണ്ണ കുംഭമേളയാണെങ്കിൽ വൺസ് ഇൻ 12 years, ദെൻ മഹാകുംഭമേളയാണെങ്കിലോ വൺസ് ഇൻ 144 years. ഓക്കെ, ഈ കുംഭമേള ഹെൽഡ് ചെയ്യുന്ന പ്ലേസസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. SPNU എന്ന് ഓർത്തിരുന്നു. ഓക്കെ, കുംഭമേള 4 സ്ഥലങ്ങളിലായിട്ടാണ് ഹെൽഡ് ചെയ്യുന്നത്. SPNU എന്ന് പറയുന്ന ഒരു കോഡ് വെച്ച് ഓർത്തിരുന്നു. H എന്ന് പറയുമ്പോൾ ഹരിദ്വാർ, P എന്ന് പറയുമ്പോൾ പ്രയാഗ്രാജ്, ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിൻ. ഇതിൽ ഹരിദ്വാർ ആണെങ്കിൽ എവിടെയാണ്? ഉത്തരാഖണ്ഡ് ആണ് അല്ലേ. പ്രയാഗ്രാജ് ആണെങ്കിലോ ഉത്തർപ്രദേശ്, നാസിക് ആണെങ്കിലോ മഹാരാഷ്ട്ര, ഉജ്ജയിൻ ആണെങ്കിലോ മധ്യപ്രദേശ്. സോ ഈ 4 പ്ലേസസിൽ വെച്ചിട്ടാണ് കുംഭമേള ഹെൽഡ് ചെയ്യുന്നത്. SPNU, ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിൻ. ഹരിദ്വാർ ആണെങ്കിൽ ഉത്തരാഖണ്ഡ്, പ്രയാഗ്രാജ് ആണെങ്കിൽ ഉത്തർപ്രദേശ്, നാസിക് ആണെങ്കിൽ മഹാരാഷ്ട്ര, ഉജ്ജയിൻ ആണെങ്കിൽ മധ്യപ്രദേശ്. സോ കുംഭമേള ഹെൽഡ് ചെയ്യുന്നത് 4 പ്ലേസസിൽ വെച്ചിട്ട്. അർദ്ധകുംഭമേളയാണെങ്കിൽ 2 പ്ലേസസ്, ഹരിദ്വാറും അതുപോലെ തന്നെ പ്രയാഗ്രാജും. ഇനി പൂർണ്ണ കുംഭമേളയാണെങ്കിലോ പ്രയാഗ്രാജിൽ വെച്ചിട്ട്, മഹാകുംഭമേളയാണെങ്കിലും എവിടെ വെച്ചിട്ടാണ്? പ്രയാഗ്രാജിൽ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും പഠിക്കുക. ഈ സ്ലൈഡിനെ ബേസ് ചെയ്ത്, ഈ ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്ത് നമ്മൾ ഓർക്കേണ്ട എന്തൊക്കെയാ? കുംഭമേള 4 ടൈപ്പ്: കുംഭമേള, അർദ്ധകുംഭമേള, പൂർണ്ണ കുംഭമേള, മഹാകുംഭമേള. കുംഭമേള ഹെൽഡ് ഇൻ വൺസ് ഇൻ 3 years, അർദ്ധകുംഭമേളയാണെങ്കിൽ വൺസ് ഇൻ 6 years, പൂർണ്ണ കുംഭമേളയാണെങ്കിൽ വൺസ് ഇൻ 12 years, മഹാകുംഭമേളയാണെങ്കിൽ വൺസ് ഇൻ 144 years. കുംഭമേള ഹെൽഡ് ചെയ്യുന്ന 4 പ്ലേസസ് SPNU: ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിൻ. ഹരിദ്വാർ ആണെങ്കിൽ ഉത്തരാഖണ്ഡ്, പ്രയാഗ്രാജ് ആണെങ്കിൽ ഉത്തർപ്രദേശ്, നാസിക് ആണെങ്കിൽ മഹാരാഷ്ട്ര, ഉജ്ജയിൻ ആണെങ്കിലോ മധ്യപ്രദേശ്. ഇതിൽ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും വെച്ചിട്ടാണ് അർദ്ധകുംഭമേള, പ്രയാഗ്രാജിൽ വെച്ചിട്ടാണ് പൂർണ്ണ കുംഭമേളയും അതുപോലെ തന്നെ മഹാകുംഭമേളയും. ഓക്കെ ആണോ? ഓക്കെ, അടുത്തെന്ന് പറയുന്നത് മല്ലിക സാരാഭായി ഈസ് അസോസിയേറ്റഡ് വിത്ത്. മല്ലിക സാരാഭായി എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു? ക്ലാസിക്കൽ ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അറിയേണ്ട 2 പേഴ്സൺസ് ഇല്ലേ? ഒന്നെന്ന് പറയുന്നത് മല്ലിക സാരാഭായി,
ഒന്നെന്ന് പറയുന്നത് മൃണാളിനി സാരാഭായ്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് മല്ലിക സാരാഭായ്, ഒന്നെന്ന് പറയുന്നത് മൃണാളിനി സാരാഭായ്. അപ്പൊ മല്ലിക സാരാഭായ് ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, മൃണാളിനി സാരാഭായ് ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു അറിയണം. മൃണാളിനി സാരാഭായ് ആണെങ്കിൽ മൃണാളിനി സാരാഭായ് ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഭരതനാട്യമാണ് കേട്ടോ. മൃണാളിനി സാരാഭായ് ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, ഭരതനാട്യം അതുപോലെ തന്നെ കഥകളി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, മൃണാളിനി സാരാഭായ് ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, ഭരതനാട്യവും കഥകളിയുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺ ആണ് ആരെന്ന് പറയുന്നത്, മൃണാളിനി സാരാഭായ് എന്ന് പറയുന്നത്. ഇനി മല്ലിക സാരാഭായ്, ഓക്കെ, മല്ലിക സാരാഭായ് ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഭരതനാട്യം അതുപോലെ തന്നെ കുച്ചിപ്പുടി. ഓക്കെ, അപ്പം ആദ്യമൊക്കെ നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഡയറക്റ്റ്ലി ഭരതനാട്യം ഡാൻസർ ആണ് നമ്മൾ ആൻസർ ആയിട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പക്ഷേ ഈ രണ്ട് ഡാൻസ് ഫോം കൂടെ ചേർത്തിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. സോ അങ്ങനെ കൂടി പഠിച്ചു വെക്കാം. മൃണാളിനി സാരാഭായ് ആണെങ്കിൽ ഭരതനാട്യവും കഥകളിയും, മല്ലിക സാരാഭായ് ആണെങ്കിൽ ഭരതനാട്യവും കുച്ചിപ്പുടിയും. ഓക്കെ, ഇനി ഒരു ഫാക്ട് കൂടി ഇവിടെ ഓർത്തു വെക്കേണ്ടതുണ്ട്. മല്ലിക സാരാഭായ്ക്ക് പത്മഭൂഷൺ ലഭിക്കുന്ന വർഷം. ഓക്കെ, മല്ലിക സാരാഭായ്ക്ക് പത്മഭൂഷൺ ലഭിക്കുന്ന വർഷം എന്നാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. ഈ ഒരു വർഷത്തെ കണക്ട് ചെയ്ത് ബാക്കി രണ്ട് ഫാക്ടിലൂടെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. മല്ലിക സാരാഭായ്ക്ക് പത്മഭൂഷൺ ലഭിക്കുന്ന വർഷമാണ്, റുപ്പൈ എന്ന് പറയുന്ന സിംബലിനെ അഡോപ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഫോം ചെയ്യുന്ന വർഷവും ഇന്നാണ്. സോ ഈ രണ്ട് ഫാക്ടുകൾ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൂടി ഇവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, ഓക്കെ, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഫോം ചെയ്യുന്ന വർഷം, റുപ്പൈ എന്ന് പറയുന്ന സിംബലിനെ അഡോപ്റ്റ് ചെയ്യുന്ന വർഷം. ഈ രണ്ട് വർഷം അതായത് 2010 കേട്ടോ. ഈ 2010 മല്ലിക സാരാഭായ്ക്ക് പത്മഭൂഷൺ ലഭിക്കുന്നതെന്ന് ഓർത്തു വെക്കുക. അപ്പൊ മല്ലിക സാരാഭായ്ക്ക് പത്മഭൂഷൺ ലഭിക്കുന്ന വർഷം 2010. മല്ലിക സാരാഭായ്, അതിനു മുന്നേ മല്ലിക സാരാഭായ് ഏത് ഡാൻസ് ഫോം ആണെന്ന് അറിയണം, ഭരതനാട്യവും കുച്ചിപ്പുടി. മല്ലിക സാരാഭായ്ക്ക് പത്മഭൂഷൺ ലഭിക്കുന്ന വർഷം 2010. ആ 2010 എന്ന് പറയുന്ന വർഷത്തെ ബേസ് ചെയ്ത് എക്സാമിന് ഓർത്തിരിക്കേണ്ട രണ്ട് ഫാക്ടുകൾ, റുപ്പൈ എന്ന് പറയുന്ന സിംബലിനെ അഡോപ്റ്റ് ചെയ്യുന്നത് എന്നാണ്, അതുപോലെ തന്നെ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഫോം ചെയ്യുന്നത് എന്നാണ് 2010. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നോ? ഫൈനലി ഒന്നുകൂടി പറയാം. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു, മല്ലിക സാരാഭായ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, ക്ലാസിക്കൽ ഡാൻസ്. ഇനി ഏത് ഡാൻസ് ഫോം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മല്ലിക സാരാഭായ് ആണെങ്കിൽ ഭരതനാട്യം കുച്ചിപ്പുടിയും, മൃണാളിനി സാരാഭായ് ആണെങ്കിൽ ഭരതനാട്യവും കഥകളിയും. ഇതിൽ മല്ലിക സാരാഭായ്ക്ക് പത്മഭൂഷൺ ലഭിച്ച വർഷം 2010. ആ വർഷത്തെ ബേസ് ചെയ്ത് എക്സാമിന് ചോദിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളൂടി ഓർത്തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് റുപ്പൈ എന്ന് പറയുന്ന സിംബലിനെ അഡോപ്റ്റ് ചെയ്ത വർഷം 2010. രണ്ടെന്ന് പറയുന്നത് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഫോം ചെയ്തത് എന്നാണ് 2010. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിത്ത് വിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വാസ് ദ നോട്ടഡ് മ്യൂസിഷ്യൻ ഉസ്താദ് ബിസ്മില്ല ഖാൻ അസോസിയേറ്റഡ്. ഓക്കെ, അപ്പൊ ഉസ്താദ് ബിസ്മില്ല ഖാൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ റീസെന്റ് നടന്ന പാറ്റേൺ നോക്കുവാണെങ്കിൽ ഒരുപാട് തവണ ഇയാളുടെ പേര് ചോദിച്ചിട്ടുണ്ട്, അത്ര തവണ റിപ്പീറ്റഡ് ആണ്. ഉസ്താദ് ബിസ്മില്ല ഖാൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഉസ്താദ് ബിസ്മില്ല ഖാൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഷെഹനായി ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, ഉസ്താദ് ബിസ്മില്ല ഖാൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഷെഹനായി ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഉസ്താദ് ബിസ്മില്ല ഖാന് ഭാരതരത്ന ലഭിച്ച വർഷം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഉസ്താദ് ബിസ്മില്ല ഖാന് ഭാരതരത്ന ലഭിച്ച വർഷം എന്നാണ്. ഉസ്താദ് ബിസ്മില്ല ഖാന് ഭാരതരത്ന ലഭിച്ച വർഷം അത് 2001 എന്നാണ്, 2001. ഈ വർഷം തന്നെ ഭാരതരത്ന ലഭിച്ച മറ്റൊരു പേഴ്സൺ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ രണ്ടും ഒരുമിച്ച് ഓർത്തിരിക്കുക. ഉസ്താദ് ബിസ്മില്ല ഖാനും അതുപോലെ തന്നെ ലതാ മങ്കേഷ്കറിനും. ഓക്കെ, ഉസ്താദ് ബിസ്മില്ല ഖാനും അതുപോലെ തന്നെ ലതാ മങ്കേഷ്കർ രണ്ടുപേർക്കും ഭാരതരത്ന ലഭിക്കുന്നത് എന്നാണ്? 2001. ഓക്കെ, അപ്പം ഉസ്താദ് ബിസ്മില്ല ഖാനും അതുപോലെ തന്നെ ലതാ മങ്കേഷ്കർക്കും ഭാരതരത്ന ലഭിക്കുന്നത് എന്നാണ്? 2001. ഈ ഭാരതരത്നയുമായിട്ട് റിലേറ്റ് ചെയ്ത് രണ്ടുപേർക്ക് ലഭിച്ച ഭാരതരത്ന, അതായത് ആർട്സ് ആൻഡ് കൾച്ചർ ഫീൽഡിൽ രണ്ടുപേർക്ക് കൂടി ലഭിച്ച ഭാരതരത്ന നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അതിലൊന്നെന്ന് പറയുകയാണെങ്കിൽ പണ്ഡിറ്റ് രവിശങ്കർ. പണ്ഡിറ്റ് രവിശങ്കർ പറയുന്നതിന് മുന്നേ MS സുബലക്ഷ്മി. ഓക്കെ, MS സുബലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിച്ച വർഷം, MS സുബലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിച്ച വർഷം, ഫസ്റ്റ് ഇന്ത്യൻ മ്യൂസിഷ്യൻ ടു ഗെറ്റ്
ഭാരതരത്ന. അങ്ങനെയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആൻസർ ആരാണ്? MS സുബ്ബലക്ഷ്മി. അപ്പൊ MS സുബ്ബലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം അത് 1998-ലാണ്. ഓക്കെ, MS സുബ്ബലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണ്? അത് 1998-ലാണ്. MS സുബ്ബലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം 1998. ഈ 1998-യുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറൊരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൂടി നോട്ട് ചെയ്ത് പഠിച്ചോളുക. നമ്മുടെ എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ്, ഓക്കെ, നമ്മുടെ എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ് അമർത്യ സെന്നിന് ലഭിക്കുന്നത്, എക്കണോമിക്സിലുള്ള നോബൽ പ്രൈസ് അമർത്യ സെന്നിന് ലഭിക്കുന്ന വർഷം എന്നാണ്? 1998-ലാണ്. ആ 1998-ൽ തന്നെയാണ് MS സുബ്ബലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിക്കുന്നത്. ഇത് രണ്ടും കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചോളുക. രണ്ടും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ MS സുബ്ബലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിക്കുന്നത് 1998-ൽ. ആ സെയിം വർഷം തന്നെയാണ് അമർത്യ സെന്നിന് എക്കണോമിക്സിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 4 പേരുടെ കാര്യമല്ലേ പറഞ്ഞേ? 4 പേരുടെ ഭാരതരത്ന പഠിക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. MS സുബ്ബലക്ഷ്മി പഠിച്ചു 1998-ൽ. തൊട്ടടുത്ത വർഷമായിട്ടുള്ള 1999-ൽ, ആ 1999-ലാണ് പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്നത്. ഓക്കെ, 1999-ലാണ് പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഏത് ഇൻസ്ട്രുമെന്റാ? സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. സോ ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി കൺസോളിഡേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. സോ ഇങ്ങനെ ഓർക്കുക, ആദ്യം 1998 തന്നെ സ്റ്റാർട്ട് ചെയ്യുക. 1998-ൽ ഭാരതരത്ന ലഭിക്കുന്ന പേഴ്സൺ ആണ് MS സുബ്ബലക്ഷ്മി. അപ്പൊ MS സുബ്ബലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം 1998. അത് ഓക്കെ ആണല്ലോ. ഇനി ആ 1998 എന്ന് പറയുന്ന വർഷത്തെ മറ്റൊരു കാര്യമായിട്ട് കണക്ട് ചെയ്യുന്നു. അമർത്യ സെന്നിന് എക്കണോമിക്സിന് നോബൽ പ്രൈസ് ലഭിച്ച വർഷം എന്നാണ്? 1998-ലാണ്. തൊട്ടടുത്ത വർഷമായ 1999-ൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടേ. പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്നത് എന്നാണ്? 1999-ലാണ്. പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം 1999-ൽ. പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ സിത്താർ. അതിനുശേഷം 2001-ലെ ഭാരതരത്ന 2 പേരെ ഒരുമിച്ച് ഓർക്കുക. ഷെഹനായി ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഉസ്താദ് ബിസ്മില്ല ഖാനും അതുപോലെ ലതാ മങ്കേഷ്കർക്കും ഭാരതരത്ന ലഭിക്കുന്നത് എന്നാണ്? 2001-ലാണ്. ഓക്കെ, സോ ഇതിനകത്ത് ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്യുക, എല്ലാം നോട്ട് ചെയ്ത് പഠിച്ചോളുക. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് ഛത്തീസ്ഗഡി ഫോക്ക് സിംഗർ തീജൻ ബായി വാസ് ആൻ എക്സ്പോണന്റ് ഓഫ് വാട്ട് ടൈപ്പ് ഓഫ് ഫോക്ക് മ്യൂസിക്? അപ്പൊ തീജൻ ബായി എന്ന് പറയുന്ന ആള് ഏത് ടൈപ്പ് ഓഫ് ഫോക്ക് മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? അപ്പോൾ തീജൻ ബായി ഏത് ഫോക്ക് മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ പാണ്ഡവാനിയാണ് കേട്ടോ. പാണ്ഡവാനി ഫോക്ക് സോങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺ ആണ് ആര്? തീജൻ ബായി. അപ്പൊ തീജൻ ബായി ഏത് സോങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? പാണ്ഡവാനി. ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഛത്തീസ്ഗഡി ഫോക്ക് സിംഗർ എന്നല്ലേ പറഞ്ഞത്? അപ്പൊ എക്സാമിന് ഡയറക്ട്ലി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് പാണ്ഡവാനി സോങ് ഏത് സ്റ്റേറ്റ് ആണ്? ആൻസർ എന്താണ്? ഛത്തീസ്ഗഡ് ആണ്. ഓക്കെ, പാണ്ഡവാനി സോങ് ഏത് സ്റ്റേറ്റ് ആണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഏത് സ്റ്റേറ്റ് ആണ്? ഛത്തീസ്ഗഡ് ആണ്. ഈ പാണ്ഡവാനി സോങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ആര്? തീജൻ ബായി. ഓക്കെ, അപ്പൊ പാണ്ഡവാനി ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ്. ആ ഛത്തീസ്ഗഡിലെ പാണ്ഡവാനി സോങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺ ആണ് ആര്? തീജൻ ബായി. പാണ്ഡവാനി ഛത്തീസ്ഗഡ് ആണെങ്കിൽ നമ്മുടെ റീസെന്റ് നടന്നൊരു എക്സാമിന് ചോദിച്ച ഫോക്ക് സോങ് ആയിരുന്നു പാങ്കിട. ഓക്കെ, പാണ്ഡവാനി ഛത്തീസ്ഗഡ് ആണ്. പാങ്കിട എന്ന് പറയുന്ന ഫോക്ക് സോങ് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ അത് രാജസ്ഥാൻ ആണ് കേട്ടോ. പഠിച്ചോണേ, പാങ്കിട എന്ന് പറയുന്ന ഫോക്ക് സോങ് എവിടെയാണ്? അത് രാജസ്ഥാനിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഛത്തീസ്ഗഡി ഫോക്ക് സിംഗർ ആയിട്ടുള്ള തീജൻ ബായി പാണ്ഡവാനി ഫോക്ക് സോങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പാണ്ഡവാനി സോങ് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഛത്തീസ്ഗഡ്. പാങ്കിട സോങ് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ രാജസ്ഥാനിലാണ്. ഓക്കെ, അപ്പൊ ഈ 2 കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു അമംഗ് ദ ഫോളോയിങ് ഈസ് എ ഫേമസ് സന്തൂർ ഇൻസ്ട്രുമെന്റലിസ്റ്റ്? അല്ലെ, സന്തൂറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺ ആരായിരുന്നു? സന്തൂറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺ ആയിരുന്നു ആരെന്ന് പറയുന്നത്? പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ. ഒരു തവണ എക്സാമിന് ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു, 4 പേര് ഓപ്ഷനിൽ കൊടുത്തിട്ട് സന്തൂറിനെ ഒരു പോപ്പുലർ ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റുന്നതിന് മേജർ റോള് വഹിച്ചത് ആരാണ്? അവിടെയും ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷനിൽ ഉണ്ടാവുന്ന 4 പേരും സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺസ് ആണ്.
അപ്പൊ അറിയുക, സന്തൂറിനെ ഒരു പോപ്പുലർ ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റുന്നതിന് മേജർ റോൾ വഹിച്ചത് ആരാണ്? അത് പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരിക്കേണ്ട ഒരു 3 പേരുകളൂടി പറഞ്ഞുതരാം. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭജൻ സൊബോരി, അതുപോലെ തന്നെ ഉൽഹാസ് പപ്പട്ട്, രാഹുൽ ശർമ്മ. ഓക്കെ, ഭജൻ സൊബോരി, ഉൽഹാസ് പപ്പട്ട്, രാഹുൽ ശർമ്മ. ഇവരൊക്കെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. നമ്മുടെ 2024 നടന്നൊരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു സന്തൂർ ഇൻസ്ട്രുമെന്റിന്റെ മറ്റൊരു പേര്, അല്ലെങ്കിൽ ആ ഒരു പേര് പറഞ്ഞിട്ട് അങ്ങനെ അറിയപ്പെടുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? അപ്പൊ സന്തൂർ ഇൻസ്ട്രുമെന്റിനെയാണ് ശതതന്ത്രി വീണ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ശതതന്ത്രി വീണ എന്നറിയപ്പെടുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ സന്തൂർ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ സന്തൂറിനെ ഒരു പോപ്പുലർ ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റുന്നത് ആരാണ്? അത് പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ. എക്സാമിന് ഡയറക്ട്ലി പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ ഓട്ടോബയോഗ്രഫി ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. ജേണി വിത്ത് എ 100 സ്ട്രിംഗ് മൈ ലൈഫ് ഇൻ മ്യൂസിക് എന്നുള്ളതാണ് പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ ഓട്ടോബയോഗ്രഫി. ഏതാണ്? ജേണി വിത്ത് എ 100 സ്ട്രിങ്സ് മൈ ലൈഫ് ഇൻ മ്യൂസിക്. ഓക്കെ, ജേണി വിത്ത് എ 100 സ്ട്രിംഗ് മൈ ലൈഫ് ഇൻ മ്യൂസിക് എന്നുള്ളതാണ് പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിന്ന് ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്ത് ഓർത്തോണേ. സന്തൂറിനെ ഒരു പോപ്പുലർ ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റുന്നതിന് മേജർ റോൾ വഹിച്ചത് ആരാണ്? പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയാണ്. ദെൻ സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർക്കേണ്ട മറ്റു പേഴ്സൺസ് ആണ് ഭജൻ സൊബോരി, ഉൽഹാസ് പപ്പട്ട്, രാഹുൽ ശർമ്മ. പണ്ഡിറ്റ് ശിവകുമാര ശർമ്മ കഴിഞ്ഞാൽ സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പിന്നീട് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള പേര് ഭജൻ സൊബോരിയാണ്. ശതതന്ത്രി വീണ എന്നറിയപ്പെടുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? സന്തൂർ ഇൻസ്ട്രുമെന്റ് ആണ്. സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ ഓട്ടോബയോഗ്രഫി ആണ് ഏത്? ജേണി വിത്ത് എ 100 സ്ട്രിംഗ് മൈ ലൈഫ് ഇൻ മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ദ ഫേമസ് മ്യൂസിഷ്യൻ എൻ രാജം ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്? ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? വയലിൻ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ വയലിൻ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു പേഴ്സന്റെ പേര് കൂടി ഓർക്കാനുണ്ട്, നാഗൈ ആർ മുരളീധരൻ. ഓക്കെ, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നാഗൈ ആർ മുരളീധരൻ. അപ്പൊ നാഗൈ ആർ മുരളീധരനും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? വയലിൻ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു ഓർക്കുക. ഓക്കെ, നാഗൈ ആർ മുരളീധരനും ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? വയലിൻ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രസ്റ്റീജിയസ് ഓസ്കാർ അവാർഡ് സെറിമണി ഈസ് ഹെൽഡ് എവറി ഇയർ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ്? അപ്പോൾ ഓസ്കാർ അവാർഡ് സെറിമണി നടക്കുന്നത് എവിടെയാണ്? അമേരിക്കയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഓസ്കാർ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്നാണെന്ന് അറിയണം. ഓസ്കാർ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം നമ്മുടെ ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു പോയിന്റ് നമുക്ക് ഓർത്തു വെക്കാം. ആ വർഷമാണ്, അതായത് പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്യുന്ന വർഷം. ഓക്കെ, അപ്പോൾ പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്യുന്ന വർഷം എന്നാണ്? പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്യുന്ന വർഷം അറിയണം. പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്യുന്ന വർഷം 1929 ഓക്കെ, പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്യുന്ന വർഷം എന്നാണ് 1929. പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്യുന്ന വർഷമായിട്ടുള്ള 1929 ഓസ്കാർ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അത് ഓർത്തിരിക്കാമല്ലോ. സോ 2 ഫാക്റ്റുകൾ അറ്റ് എ ടൈം നമ്മൾ പഠിക്കുന്നു. പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്ത വർഷമായ 1929 ഓസ്കാർ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അത് ക്ലിയർ ആണല്ലോ. ഇനി ഈ ഓസ്കാർ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓസ്കാർ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഭാനു അത്തയ്യാണ്. ഓക്കെ, ഓസ്കാർ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഭാനു അത്തയ്യ. ഓക്കെ, അപ്പൊ ഓസ്കാർ അവാർഡ് സെറിമണി നടക്കുന്ന എവിടെ വെച്ചിട്ടാണ്? അമേരിക്കയിൽ. ഈ ഓസ്കാർ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വർഷം എന്നാണ്? 1929 ആ 1929 തന്നെയാണ് പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്യുന്നത്. ഈ ഓസ്കാർ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഭാനു അത്തയ്യ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് അർജുന അവാർഡ്. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചത്. അർജുന അവാർഡ് ഏത് ഫീൽഡിൽ നൽകുന്നു? ഏത് ഫീൽഡിലാണ്? സ്പോർട്സ് ഫീൽഡിൽ നൽകുന്ന അവാർഡാണ് ഏത്? അർജുന അവാർഡ് അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കേണ്ടത് അർജുന അവാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്നാണെന്ന് പഠിക്കണം.
അർജുന അവാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1961 ഓക്കെ. അർജുന അവാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്നാണ് 1961 അർജുന അവാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ വർഷത്തെ ബേസ് ചെയ്ത് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്, അതും നോട്ട് ചെയ്തോളുക. ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. ഓക്കെ, ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. ഈ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ഇതിന് ആൻസർ 1961 അപ്പൊ അർജുന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വർഷം എന്നാണ് 1961. ആ 1961 തന്നെയാണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. ഓക്കെ, അപ്പൊ അർജുന അവാർഡ് 1961 പഠിച്ചല്ലോ. ദ്രോണാചാര്യ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വർഷം, സ്പോർട്സ് കോച്ചസിന് നൽകുന്ന അവാർഡാണ് ഇത്, ദ്രോണാചാര്യ അവാർഡ്. ഈ ദ്രോണാചാര്യ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വർഷം എന്നാണ് 1985. ദ്രോണാചാര്യ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്നാണ് 1985. ഇതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ടത് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് അല്ലെങ്കിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇത് മൂന്നും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചിരിക്കേണ്ടതാണ്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ്, എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിന്റെ പ്രൈസ് മണി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് 1991-92 ടൈം പീരീഡിലാണ്. ഈ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിനെ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് റീനെയിം ചെയ്തിട്ടുണ്ട്. റീസെന്റ് നടന്ന ഒരു എക്സാമിന് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിനെ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് റീനെയിം ചെയ്യുന്ന വർഷവും ചോദിച്ചു. സോ അതുകൂടി അറിയുക. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിനെ എന്തായിട്ട് റീനെയിം ചെയ്തിട്ടുണ്ട്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡായിട്ട് കേട്ടോ. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡായിട്ട് റീനെയിം ചെയ്തിട്ടുണ്ട്. അപ്പൊ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിനെ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡായിട്ട് റീനെയിം ചെയ്തിട്ടുണ്ട്. ഈ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡായിട്ട് റീനെയിം ചെയ്യുന്നത് ഏത് വർഷമാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. അത് 2021 എന്നാണ് 2021. സോ ഈ 3 വർഷങ്ങളും മറക്കാതെ ഓർത്തോണേ. 1961 അർജുന അവാർഡ്, സ്പോർട്സ് കോച്ചസിന് നൽകുന്ന ദ്രോണാചാര്യ അവാർഡ് ആണെങ്കിൽ 1985, രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1991-92 ടൈം പീരീഡിൽ. ഈ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിനെ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് റീനെയിം ചെയ്യുന്നത് 2021. ഇത്രയും കാര്യങ്ങൾ ഓർക്കാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ബൊർലോഗ് അവാർഡ് ഈസ് ഗിവൺ ഫോർ ദി ഔട്ട്സ്റ്റാൻഡിംഗ് വർക്ക് ഇൻ ദ ഫീൽഡ് ഓഫ്. ഏത് ഫീൽഡിലാണ്? അഗ്രികൾച്ചർ ആൻഡ് എൻവയോൺമെന്റിലാണ്. ഓക്കെ, ബൊർലോഗ് അവാർഡ് നൽകുന്നത് ഏത് ഫീൽഡിലാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ അഗ്രികൾച്ചർ ആൻഡ് എൻവയോൺമെന്റ്. അവിടെ കണക്റ്റഡ് ഫാക്ടർ ഒന്നും നോക്കാനില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ആധാർ ഈസ് എ 12-digit യൂണിക് നമ്പർ ദാറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദി. അപ്പൊ ആധാർ ഇഷ്യൂ ചെയ്യുന്നത് ഏതാണ്? യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ആധാർ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആധാർ ഇഷ്യൂ ചെയ്യുന്നത്, ആധാർ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോട്ട് ചെയ്ത് വെച്ച് 12-digit നമ്പർ ആണ് കേട്ടോ. എത്രയാണ്? 12-digit നമ്പർ ആണ്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ എക്സാമിന് ഏറ്റവും ഷുവറായിട്ട് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾ ക്ലാസ് ഒരു വട്ടം കേട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നോട്ട്സ് എഴുതി വെച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. എന്ന് വെച്ചാൽ റിവിഷൻ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡെഫിനറ്റ്ലി നമ്മൾ മറന്നു പോകും. സോ ഒരു വീക്കെൻഡിൽ എന്ത് ചെയ്യുക? ആ ഒരു വീക്കിൽ പഠിച്ച കാര്യങ്ങളെ സാറ്റർഡേ സൺഡേ വരുന്ന ദിവസങ്ങളിൽ വീണ്ടും എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ് ടു ഓൾ.